ഹോസ്പിറ്റലിൽ ഇതേവരെ ആരും പരാതി പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ സൂപ്രണ്ട് എന്ന നിലയിൽ ഒ ടിയിലെ രജിസ്റ്റർ പരിശോധിച്ചു. രജിസ്റ്ററിനകത്ത് ഷിനു എന്ന് പറയുന്ന ഒരു രോഗിക്ക് സർജറി ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന കണക്ക് ഗ്ലൗ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെന്ന് ഒ ടിയിലെ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം സർജറി ചെയ്തത് സുരേഷ് ഡോക്ടറാണ്. സാറ് ചീഫ് കൺസൾട്ടൻറ്റ് സർജറിയാണ്. അപ്പം സാറ് ഡീറ്റെയിൽസ് പറഞ്ഞു. അതൊരു സാധാരണ പ്രൊസീജിയറാണ്. ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയാം. ഓരോന്നും ചോദിച്ചു. ശരിക്കും ഒരു സെബേഷ്യസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു മുഴ, സ്കിന്നിലുള്ള ഒരു മുഴയാണ്. ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് ഊസിങ് വരും. ആ ഊസിങ് പുറത്ത് പോകാൻ വേണ്ടി നമ്മളൊരു ഡ്രെയിൻ വയ്ക്കും. ആ ഡ്രെയിനാണിത്. അപ്പോൾ ആ ഡ്രെയിൻ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രെയിനുണ്ട്, പുറത്തുനിന്ന് വാങ്ങണം. അതിനൊരു 800-1000 രൂപയൊക്കെ വിലയുണ്ട്. അതിന് പകരം നമ്മളൊരു ഈ സെറൈൽ ഗ്ലൗസിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് അതിനുള്ളിലോട്ട് വെച്ചിട്ട് കുറച്ച് പുറത്തോട്ട് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് അതിനകത്ത് പാഡ് വയ്ക്കുമ്പോഴത്തേക്ക് അതുവഴി അകത്തുള്ള കളക്ഷനൊക്കെ പുറത്തേക്ക് വരും. അത് അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞു അതെടുത്ത് കളയും. അതാണ് നോർമൽ പ്രൊസീജിയർ. ഇതൊരു നോർമൽ മൈനർ സർജറി, ഒരു നോർമൽ ടെക്നിക്കാണ്. ഈ ഡ്രെയിൻ വയ്ക്കുന്നത് കളക്ഷൻ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഡ്രെയിൻ വാങ്ങിക്കാൻ പോകില്ല. അതിന് പകരം ഒരു ചെറിയ ഗ്ലൗസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അതെല്ലാം പുറത്ത് വരും. നോർമൽ പ്രൊസീജിയർ, നോർമൽ സർജറി, സിമ്പിൾ സർജറി, ഈ ടെക്നിക്ക് നോർമൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു അബ്നോർമാലിറ്റിയുടെ യാതൊരു കാരണം ഇപ്പോൾ ഉള്ളതല്ല. പിന്നെ അത് പറഞ്ഞിട്ട് അടുത്ത ദിവസം പോയി പുറത്ത് മറ്റെവിടെങ്കിലാണെങ്കിൽ അവിടെ പോയി എടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് ഇത് കാണുന്നത്, ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലീഡിങ്ങിന് വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. ഇങ്ങനെ വലിച്ചാൽ മതി. ചിലപ്പോൾ അതിനകത്ത് ഈ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി കൊച്ചൊരു ബൈറ്റ് അതിനകത്തുനിന്ന് ചിലപ്പോൾ ഇടും, തെന്നിപ്പോകാതിരിക്കും, പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. അതിങ്ങനെ വലിച്ചെടുക്കുകയോ ഒരു ചെറുതായിട്ടൊരു ബ്ലേഡ് കട്ട് ചെയ്തെടുക്കുകയോ, അത് നോർമൽ പ്രൊസീജിയറാണ്. ഒരു തരത്തിലും ഒരു അബ്നോർമൽ കാര്യമല്ല. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ്. അയാളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു കാണും. ഇത് ഗ്ലൗ ട്രെയിൻ വെച്ച ഉടനെ പറയും. ഇതിനകത്ത് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം അങ്ങ് മാറ്റാം. സ്റ്റിച്ച് എടുക്കുന്നവരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മാറ്റുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ഡ്രസ്സിങ് വരുമ്പോഴേ ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സിങ് വെച്ച് കൊടുത്താൽ മതി. ഇല്ല, അതുകൊണ്ടാണല്ലോ ഡേ കെയർ സർജറി ആയിട്ട് രാവിലെ ചെയ്ത് ഉച്ചയ്ക്ക് മുമ്പ് വിടുന്നത്. ഇവിടെ കിടത്തിയിരുന്നെങ്കിൽ ഈ വിഷയമൊന്നുമില്ല. ഈ കിടത്തിയിരുന്ന അടുത്ത ദിവസം ഇതും മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്ത് അല്ലേ വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ ഒഴിവാക്കാനാണ് ഇതൊക്കെ സിമ്പിൾ പ്രൊസീജിയർ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് വെച്ച് വിടുന്നത്. അത് തന്നെ അത് ചിലപ്പോൾ തെന്നിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ബൈറ്റ് അതിനകത്തുനിന്ന് എടുക്കും. അത് റബ്ബർ ഗ്ലൗ ഇല്ലേ, അതൊന്ന് വലിച്ചാൽ തന്നെ പൊട്ടി പോകും. അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ശരി. ഇതിനകത്ത് തെറ്റൊന്നുമില്ല. ആ ട്യൂബ് 1000 രൂപ ആ ട്യൂബ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. 800-1000 രൂപയാണ്. അത് അവർ പേഷ്യൻ്റ് വാങ്ങിക്കണം, നമ്മളിവിടെ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിനാ എനിക്കറിയില്ല. ഗ്ലൗസ് പുറത്തോട്ട് തള്ളി വെച്ചേക്കാണ്. അത് ചേട്ടാ അതിൻ്റെ പകുതിയിലധികം വെളിയിലാണ്. അതുവഴി കാപ്പിലറി ആക്ഷൻ വഴി ഡ്രെയിൻ ചെയ്ത് വെളി വരണം, പുറത്ത് വരണം. അപ്പം പുറത്ത് വരുമ്പോൾ അവിടെ പാഡ് വെച്ചിട്ടുണ്ട്. ആ പാഡ് വഴി സോക്ക് ചെയ്തിരിക്കും. എന്നിട്ട് അത് എടുക്കാം. അതാണ് അടുത്ത ദിവസം എടുക്കണമെന്ന് പറയുന്നത്. അടുത്ത ദിവസം അടുത്ത ദിവസം എടുക്കാം. റിമൂവ് ചെയ്യണം. പിന്നെ അത് ഫോറിൻ ബോഡി വെറുതെ
ചേട്ടാ അത് എടുത്ത് കളയണ്ടേ, അതിനകത്ത് വെച്ചേക്കല്ലേ. അല്ല അതിപ്പം ഇത് മുറിവ് ഉണങ്ങിയിട്ടില്ലല്ലോ. മുറിവ് ഉണങ്ങുന്നിടം വരെ വെച്ചേക്കണ്ട. ആദ്യത്തെ ഒരു 48 മണിക്കൂർ കൊണ്ട് ഊസിങ് ഒക്കെ നിൽക്കും. അന്ന് അപ്പോഴത്തെ കളക്ഷൻ അത് ഇപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴുപ്പില്ല, അത് അതിനകത്തുള്ള കളക്ഷൻ ആയിരിക്കും, അതിന് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങ് എടുത്ത് കളയും, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് ചെയ്യുള്ളൂ. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. വളരെ അപൂർവമായിട്ടാണ് നമ്മൾ വേറെ ഡോക്ടർമാരുടെ ഇപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെയാണ് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അപൂർവമൊന്നുമല്ല, ഇതെല്ലാം നമ്മളെല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഈ ട്രെയിൻ വാങ്ങിക്കണം. ഇത് റബ്ബർ കണ്ടന്റാണ്, ഇത് നമ്മുടെ ഗ്ലൗസ്. അതെ റബ്ബറാണ്. അത് ഈ സ്കിന്നിന് മുറിവ് ഉണങ്ങുമ്പോൾ റബ്ബർ ഇരുന്ന് കഴിഞ്ഞാൽ അത് പാടല്ലേ, അത് ഉണങ്ങി വരാൻ. അത് ഒരു ദിവസത്തേക്കാട്ട് വെച്ചേക്കാണ്. ഒരു അല്ല റിമൂവ് ചെയ്യാൻ വരണമെന്ന് അവരോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല, അവരായിട്ട് വരുന്നതാണ്. അല്ല, അവരുടെ അടുത്ത് അടുത്ത ആശുപത്രി പോയി ഇത് റിമൂവ് ഇത് ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി വരും. പറഞ്ഞിട്ടില്ല അവരോട്. അതെനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞാണ് സാധാരണ വിടാറ്. അതിനകത്ത് അതിൻ്റെ അടുത്ത ആശുപത്രിയിൽ ഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോൾ ഇത് ഇടക്കി കളയണം എന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞു വിടുന്നത്. ഒരാവശ്യമില്ല, അഡ്മിറ്റ് ആകേണ്ട ഒരാവശ്യമില്ല. ഇവിടെ വന്ന് നമ്മൾ എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ഒരു പെശകും നമുക്ക് ഇതിന് വരാനില്ല. ഒരു ട്രെയിൻ അവിടെ വെച്ച് എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളൂ. അതിനകത്തൊരു അബ്നോർമാലിറ്റി ഇല്ല. തീർച്ചയായിട്ടും ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ, ചോദിച്ചാൽ കൊടുക്കും.